ഹലോ മൈ ഡിയേഴ്സ്. എന്നും എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ ഇന്ന് കാണുമ്പോൾ. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന സമയം ഇപ്പോൾ ഒരു 12:30 ആയി കേട്ടോ. ജുവാൻ്റെ കൈ കണ്ടോ, അവൻ ഉറങ്ങുവാണ്. ഇന്നലെ ഇവന്മാർ രണ്ടുപേരും കൂടി കളിക്കുമ്പം എന്തോ പിടിച്ച് തിരിക്കുകയോ എന്തോ ചെയ്തു. ജുവാൻ്റെ കൈക്ക് കുറച്ച് പരിക്ക് പറ്റി, വേദന, നല്ലോണം വേദന ഉണ്ടായിരുന്നു. രാത്രിക്ക് ഉറങ്ങിയൊന്നുമില്ല. എന്നിട്ട് രാവിലെ ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നതാണ് ഇവിടെ. ഉണ്ടോ, കുഴപ്പമൊന്നുമില്ല. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഒരു ഇങ്ങനെ ഇട്ട് കൊടുത്തു, ഐസ് പാക്ക് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. വേദനയുണ്ടോ തുപ്പിക്കുട്ടാ? യുവാൻകുട്ടന് വേദനയുണ്ടോ? വേദന പോയല്ലേ. വേദനയുടെ ഒരു പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തു. പിന്നെ കയ്യിലൊരു വേദനയുടെ ഒരു ഓയിൻമെൻറ്റും തേച്ചു. പാവം. തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ ഓട്ടോറിക്ഷ വന്നില്ല. 5-6 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്യുമോ ഇവിടെ? ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. ജോഷമോനിത് വലിയ ഓടിക്കളിക്കുന്നുണ്ട്. ജോഷിക്കുട്ടാ, എന്നാ വെയിലാന്നുണ്ടോ? വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ചൂടും അന്നമാനെ ഇവിടെ ഇല്ല വെയിലല്ലേ. ഇവിടെ നമുക്ക് ഇതില്ല, മേൽക്കൂര ഉണ്ടാവുകൊണ്ട് വെയിലില്ലാത്ത. ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ വന്ന് വീട്ടിൽ പോയിട്ട് വേണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഉച്ചക്കത്തേക്ക്. സൂപ്പർ താഴെ വീഴും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങി. ഇവന്മാരിത് കൂട്ടി കുടിക്കുന്നു. ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അപ്പോൾ ചേട്ടൻ വേറെ ഓട്ടം വന്നപ്പം ഞങ്ങളിവിടെ ആക്കിയിട്ട് പോയി. ഇനിയിപ്പോൾ കൂട്ടാൻ വരും, വെയിറ്റ് ചെയ്യുക. ഇവാൻ്റെ വേദനയൊക്കെ കുറഞ്ഞു, കൈയുടെ വേദന കുറഞ്ഞു മോനെ. ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം ഭക്ഷണമൊക്കെ വെക്കാൻ. ജുവാൻ പറഞ്ഞത് അവന് കുറച്ച് വേദന ഉള്ളതെന്ന് ജുവാൻ പറഞ്ഞോ? എങ്ങനെ അങ്ങനെ ആക്കിയല്ലേ? അല്ലോ, ജോഷു കൈ അങ്ങനെ പിടിച്ചിട്ട് ആക്കിയതാണ് ഈ അവസ്ഥ. എങ്ങനെ ജോഷു ആക്കി ജുവാന്റെ കൈ? ഭയങ്കര വെയിലല്ലേ, ഒരു രക്ഷയില്ലായിരുന്നു വെയിലിട്ട്. ഇപ്പൊ വേറെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കുറച്ച് സാധനങ്ങൾ വാങ്ങി കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയൊന്നുമില്ല. കുറച്ച് ചില്ലറ സാധനങ്ങൾ കാണിച്ചു തരാം പിന്നെ വാങ്ങിയ. ഇത് സ്ക്രബ്, പാത്രം കഴുകാൻ വേണ്ടി. ചേട്ടയുടെ കഴിഞ്ഞ ദിവസം വാങ്ങാൻ വേണ്ടി ചേട്ടൻ ആ സ്റ്റീലിന്റെ സ്റ്റീലിന്റെ ഇത് വാങ്ങിയിട്ട് വന്നു. അപ്പൊ ഇത് വെച്ച് എല്ലാ പാത്രം കഴുകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ ഇത് വാങ്ങിയിട്ട് വന്നു. ഇതാവുമാര് ലൈസ് എടുത്തത്. എരിവില്ലാത്ത എടുക്കട എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചില്ല. ഇത് മതി, ഇത് ഭയങ്കര എരിവല്ലേ. അയ്യോടാ,
ഓ എൻ്റെ ജുവാൻകുട്ടന് എന്നെ മോനെ അതെയോ ഉണ്ടോ? ജുവാന്റെ കൈ കാണിച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് കൈ കാണിച്ച് അങ്ങോട്ട് മാറി നിൽക്കുക. ഇച്ചിരി പുറകോട്ട് നിൽക്കുക. ഇച്ചിരി പുറകോട്ട് നിൽക്കുക. ഇച്ചിരി പുറകോട്ട് ഇച്ചിരി പുറകോട്ടേക്ക് നില കാണാൻ പറ്റുള്ളൂ. ആ പാവൻ്റെ തുമ്പി. വേനയുണ്ടോ കൈക്ക്? വേനയില്ല അല്ലേ? നമുക്ക് ഒഴിക്കാം. പിന്നെ ഒരു ബിസ്ക്കറ്റ് ജുവാന് കൊടുക്കാൻ വേണ്ടി ചെറിയ കൂട വാങ്ങിയപ്പോൾ വലിയ കൂട് വാങ്ങിയാൽ അത് കഴിയുന്നോളം വരെ അവൻ കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചെറിയ ജോസു ഒച്ച കുറയ്ക്ക് ടിവിയുടെ. ഉപ്പാന്റെ തലമുടിയിലാ. ഇത് ബിംബാർ. ഇതാ ഹോസ്പിറ്റൽ ക്യാൻറ്റീന്ന് ഇത്ര സാധനം വാങ്ങി കേട്ടോ. അവിടുന്ന് സേഫ്റ്റി പിൻ കണ്ടപ്പം അതും കൂടി വാങ്ങി. ചിക്കൻ, ചിക്കനിലിടാൻ മല്ലിച്ചപ്പ്. ഞാൻ എന്നാ വാങ്ങിയ പഴം, ചെറുപഴം. ചെറിയ പഴം ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഇതുകൊണ്ട് പുട്ടാക്കുകയും ചെയ്യാം. ഇന്ന് ഉപ്പമാരെ ഇറക്കി കഴിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ വേഗം പോയിട്ട് ചിക്കനൊക്കെ കഴുകി ചോറൊക്കെ ഇട്ട് ചിക്കൻ കറി വെക്കാനാകുമ്പോൾ ഞാൻ വേഗം കാണിച്ചു തരാം കേട്ടോ. വീഡിയോ പിടിച്ചോണ്ടിരുന്നാലും ആരുടെ വയറ്റിലേക്കൊന്നും പോകില്ല. വേഗം പോകണം. ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി ഇത് കറി വെക്കാം. ഇത് പൊരിക്കാൻ എടുക്കണം. ഇത് ബാക്കി സവോളയും തക്കാളിയൊക്കെ. ഈ തക്കാളി ഉണ്ട്, ഇത് കുഞ്ഞി മണിത്തക്കാളിയായിരുന്നു. അത് എൻ്റെ ഇവിടെ തന്നെ ഉണ്ടായി വന്നതാണ് കേട്ടോ. ഇത്രയും തക്കാളി, കുറേ തക്കാളി കിട്ടി ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെച്ചാലോ? ചിക്കൻ പെരട്ടായിട്ടാണ് വെക്കുന്നത്. ഫസ്റ്റ് ഒരു ഗ്യാസ് ഓണാക്കി കത്തിക്കുക. ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കുക. ചട്ടി ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒരു ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇപ്രാവശ്യം എപ്പോഴും വെക്കുന്ന പോലെ അല്ല കേട്ടോ. ഇപ്രാവശ്യം ഇച്ചിരി വെറൈറ്റി ആയിട്ടുണ്ടാക്കാം. എപ്പോഴും വെക്കുന്ന പോലെ വെച്ചിട്ടൊരു കാര്യമില്ല എന്നല്ല, ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എണ്ണ മെല്ലെ ചൂടായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തേ. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ ചിക്കന് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഇട്ടുന്നില്ല, പിള്ളേർക്ക് കഴിക്കുന്നില്ല, കുറച്ച് ചിക്കൻ മസാല, ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടിയുടെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോളം വരെ ഒഴിച്ചു കൊടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഓൾറെഡി ചട്ടി എണ്ണ നല്ലോണം ചൂടായിട്ടിരിക്കുന്നല്ലേ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രമേ പൊടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഴിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പൊടിയുടെ കുത്തൽ എക്സോസ്റ്റ് ഫാൻ ഓണാക്കാൻ, പക്ഷെ അന്നേരം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ലല്ലോ. ഇവിടെ ഓണാക്കാത്ത ചിക്കൻ നല്ലോണം ഒന്ന് ഈ മസാലക്കകത്ത് മിക്സ് ആക്കി എടുക്കണേ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മീൻസ് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ ചിക്കനിലെ വെള്ളം ഒന്ന് ഇറങ്ങുന്നോടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടി പിടിക്കും. നല്ലോണം ഇളക്കി ചെറു തീക്കകത്ത് ആ വെള്ളം എല്ലാം ഇറങ്ങി വരുന്നോടം വരെ. ചിക്കൻ പെരട്ടല്ലേ, അപ്പം നമുക്ക് എക്സ്ട്രാ വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വെള്ളം തന്നെ, ചിക്കനിൽ വരുന്ന വെള്ളം തന്നെ മതി നമുക്ക്. ഇപ്പം ഇതിവിടെ അടച്ചിരിക്കട്ടെ. ഇത് ചിക്കൻ പൊരിക്കാനാണ്. കുറച്ച് ചിക്കൻ പൊരിക്കുകയും കൂടി ചെയ്യാം. എല്ലാവർക്കും പൊരിച്ച ചിക്കനോടെ ഇഷ്ടം. കുറച്ച് മതി കേട്ടോ. അത് വൈകുന്നേരം പൊരിക്കാം. ഇത് മതി. ഇതവിടെ ഇരുന്നിട്ട് പൊരിക്കട്ടെ. ഇത് ഞാൻ താമസിച്ചല്ല വന്ന, അവിടെ കഞ്ഞി കുക്കറിലാണ് വെച്ചത്. നല്ല വേവുള്ള അരിയാണ്. എത്ര വിസിലടിച്ചാലും
അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ഇതിനായി കഴിയുമ്പോൾ ഒന്ന് വാർത്തെടുത്താൽ മതി. ചിക്കൻ ഇവിടെ സെറ്റാവുന്നുണ്ട്. വേറെ കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ, ഇതേ ഉള്ളൂ. ചിക്കനിൽ നിന്ന് ഏകദേശം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായത് അതിടുക. പിന്നെ പച്ചമുളക്, ഇത് തക്കാളിയും സവോളയും ഇതെല്ലാം കൂടി ഇപ്പോഴായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ഏകദേശം ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് മിക്സാക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ചെറുതേക്ക് അവിടെ ഇരുന്ന് മെല്ലെ അങ്ങ് വെന്തോളം കേട്ടോ. അത് മതി. കുക്കറിലൊന്നിട്ട് വേവിക്കണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് മെല്ലെ മെല്ലെ ഫ്രൈ ആയി വന്നോളും. നല്ല പെരളനായിട്ട് കിട്ടും നമുക്ക്. ചോറിൻ്റെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. വേണമെങ്കിൽ ലാസ്റ്റ് വാങ്ങാൻ നേരത്തൊരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ അടിപൊളി, ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ കുരുമുളകൊന്നും ഇടുന്നില്ല, പിള്ളേരൊക്കെ കഴിക്കുമ്പോൾ എരിവല്ലേ. എനിക്ക് പറഞ്ഞാൽ വലിയ എരിവിനോടൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഞാനും കുരുമുളകൊന്നും ഇടുന്നില്ല. ഇതും കൂടി തട്ടിപ്പൊട്ടി ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ കറിവേപ്പില ഇനി മുറ്റത്തോട്ട് പറിക്കാൻ പോകണം. ഇച്ചിരി കഴിഞ്ഞ് പറിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതുകൂടി നാവട്ടെ. ഇവള് കരയുന്നുണ്ട്, അപ്പോൾ ഇവള് മുട്ട ഇട്ടിട്ടുണ്ടാവുമായിരിക്കും. എവിടെയാ മുട്ട ഇട്ടാ? കാണിച്ചതാ. താറാവ് മുട്ട ഇട്ടാൻ നോക്കട്ടെ. പൂച്ചക്കുഞ്ഞ് ഇറങ്ങടി എൻ്റെ കിണറേന്ന്. ഇവരുടെ അമ്മ എൻ്റെ മറ്റേ ഒരു കുഞ്ഞു കോഴീനെ കൊണ്ട് പോയത്. മുട്ട ഇട്ടോ? നീ എന്തിനാ കരയുന്നേ? ഇവളാണ് ഭയങ്കര കരച്ചില്. ഡിങ്കി മുട്ട ഇട്ടോടി നീ. പക്ഷെ മുട്ടയൊന്നും ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല. ഈ താറാവ് കോഴീനെ പോലെ അടങ്ങിയിരുന്ന് മുട്ടയിടൂല, നടക്കുമ്പോഴാണ് ഇടുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം നടക്കുന്ന വഴി പോയി നോക്കേണ്ടി വരുമോ? നോക്കാം, ഇടുമോ അത്. ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചില്ല, ഇതിനകത്തുള്ള വെള്ളം കേട്ടോ ഈ കാണുന്നത്. എന്നിട്ട് നോക്കിക്ക് അത്യാവശ്യം വെള്ളമായില്ലേ. ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നാൽ സെറ്റായിട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി വേണമെങ്കിൽ കടുക് പൊട്ടിച്ച് ഇടണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇടുന്നൊന്നുമില്ല. ആദ്യം ഓൾറെഡി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടല്ലേ നമ്മൾ പൊടിയൊക്കെ ഇതാക്കി എടുത്തത്. അതുകൊണ്ട് ഞാനിനി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, അല്ല കടുക് പൊട്ടിക്കുന്നില്ല. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ മാത്രം. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ കിട്ടും. ഇപ്പോൾ അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ചെയ്തില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുമായി പൊരിച്ചതുമായി ചോറും സെറ്റ്. അപ്പോൾ ഇനി കഴിക്കുമ്പം കാണാം. എല്ലാ ദിവസം കഴിക്കുമ്പം കാണാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഇതില്ല. മാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സമയം പോവും, അല്ലെങ്കിൽ പിന്നെ മറന്നു പോവും, അല്ലെങ്കിൽ വിശപ്പിൻ്റെ സമയത്ത് വേഗം എടുത്ത് കഴിക്കും. അതുകൊണ്ടാണ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാത്തതിൻ്റെ കാര്യം. ഇപ്പം ഇന്നത്ര പാത്രമൊന്നും ഒത്തിരി കഴുകാനൊന്നുമില്ല കേട്ടോ, കാണിച്ചു തരാം. പാത്രം അവിടെ നിന്ന് എടുത്ത് വെക്കാനുണ്ട്, അതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ 1-2 പാത്രങ്ങൾ മല്ലിച്ചപ്പൊക്കെ എടുത്ത് വെച്ച് അവിടെ അങ്ങ് ഒഴിവായി. ഇതേ ഉള്ളൂ ഇന്ന്. ഇത് കുറച്ച് കത്തിക്കാനായിട്ട് എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് മാറ്റാനൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും അധികം കഴുകാനൊന്നുമില്ല, എടുത്തൊന്ന് ഒതുക്കി വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇന്ന് ഭയങ്കര കാറ്റും മഴ കേട്ടോ. സമയം ഇപ്പോൾ ഒരു 5 മണിയായി. പക്ഷെ രാത്രി ആയൊരു പ്രതീതിയില്ലേ, 6:30 ആയൊരിതായി ഉണ്ടോ. നല്ല കാറ്റ്, നല്ല കാറ്റും മഴയാന്ന് തോന്നുന്നു. അതെ, പാലെടുത്തിട്ട് പോട്ടെ. പാല് വെച്ചിട്ടുണ്ട്. ഗേറ്റും അടച്ചാക്കാം. ഓ എന്നാ മോനെ? അല്ല മോനെ, അത് അവര് തീ കത്തിച്ചത് ഉണ്ടോ. എൻ്റെ ഡിങ്കി എന്താന്ന് അവിടെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. മിനിങ്ങാന്നും ഇന്നലെ മഴയില്ലായിരുന്നേ, ഇന്ന് അതിനെല്ലാം കൂടി ആയി. അയ്യോ ഡിങ്കി പേടിച്ചിട്ട് അവിടെ നിൽപ്പുണ്ട്. എടി മുട്ട ഇട്ടോടി, നീ മുട്ട ഇടുന്നുണ്ടോ?
ഇതന്നെ വല്ലപ്പോഴും മുട്ടനും താറാവാണോ? ആ എന്തായാലോ നല്ല കാറ്റാട്ടോ. കയറിപ്പോട്ടെ, എല്ലാം അടയ്ക്കട്ടെ. ഓ ഉള്ളിൽ കയറാല്ല. വേഗം കയറിക്കോ, വേഗം കയറിക്കോ, വേഗം കയറട്ടെ ഞങ്ങള്. അയ്യോ ഓ ജോഷി ടി വി ഒക്കെ ഓഫാക്കി ഇടി കണ്ടിട്ട്. എന്താ ഇവിടെ അടുത്ത ആൾക്കാർ? ആ കോഴിക്കുഞ്ഞുങ്ങള്. മഴ പിള്ളേരെ പുറത്തു വിടാൻ പറ്റൂല കേട്ടോ. എന്നാ മോനെ കാര്യം ചോദിക്കേ. ആ അടിച്ചു പോവും. കാറ്റ് പോയോ? കാറ്റും കൊണ്ട് പോയോ മഴ? ഓക്കെ, മഴ പെയ്യുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ 5 മണി ആയുള്ളൂ, നല്ല ഇരുട്ടായി. ഓ നല്ല മഴ പോയി. നല്ല അടിപൊളി മഴയായിരുന്നു, ഒന്നും പറയാനില്ല. ആ മഴ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേ കണ്ടോ നല്ലോണം അങ്ങ് തെളിഞ്ഞ ആകാശമൊക്കെ. അല്ലെങ്കിൽ അങ്ങനെ ഇരുണ്ട് മൂടിയാണ് കിടന്നേ. കോഴിക്കുഞ്ഞിനെ കണ്ടോ? മഴ പെയ്ത് ഞങ്ങൾ എവിടെയെങ്കിലും ഇടിയൊക്കെ ഓർത്തുമ്പോൾ ഇവർക്ക് ഭയങ്കര പിടിവിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് ഇവരായിട്ട് ഞങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇവിടെയും കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ പുറത്തു നിന്ന് നിങ്ങളെയും കൂട്ടിയിട്ട് വന്നാ. ഇറക്കി വിടണോ മോനെ? കൂട്ടിന്ന് പുറത്തിറക്കണോ? അവരെ വേണ്ട അല്ലേ? എന്നാൽ പുറത്തിറക്കി വിട്ടോ, ഇച്ചിരി ഓടി കളിക്കട്ടെ. ഇല്ല, അവർക്ക് അങ്ങനെ ഇടിയൊന്നും പറ്റൂല. ഇറത്തി പുറത്തുവിട്, പുറത്തുവിട് ഇടക്ക്. ഒന്നും പറ്റൂ. ജോഷിന് ഭയങ്കര പേടിയാ, ഇടി പൊട്ടുമോ എന്നെല്ലാം വിചാരിച്ചിട്ട്. ഒന്നും പറ്റൂല കേട്ടോ, അവർ ഓടിക്കോളും. നമ്മുടെ ഡിങ്കി പുറത്തല്ലേ, അവക്കൊന്നും പറ്റിയില്ലോ. എടുക്ക്. എന്തോ കേട്ടതില്ലേ? ഞാനും എൻ്റെ ട്യൂമ്പി കുറച്ച് സമയമൊക്കെ കിടന്ന് ഉറങ്ങി. പാവം കുഞ്ഞിക്കൈ കണ്ടോ ഓടി. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ അവനെ കൈക്കൊരു സപ്പോർട്ടാണ് ഇങ്ങനെ വെച്ചാക്കുമ്പോ ഇരിക്കുക. ക്യാമറ ഓണാക്കാൻ നിലത്ത് നോക്ക. ഇതിനെ താരങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? പോവുക. അങ്ങോട്ടൊന്നും പുറത്തിറങ്ങണ്ട കേട്ടോ, ഉള്ളിക്കൂടെ നടന്നോ, മഴയാ. നീ ഓടിക്കില്ലേ പിന്നെ അവർ നടക്കട്ടെ. ഉറുമ്പിനെ കൊത്തി തിന്നോ. അങ്ങനെ അവിടെ വെള്ളം വീണ് അപ്പി ഇട്ടതാണോ? മുറ്റത്തിറങ്ങാതെ ഇവിടെ ഇരുന്നോ കേട്ടോ. ഒരു കൊറിയർ വരാനുണ്ട്, അതിനൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ. ഓട്ടോറിക്ഷ വരുന്നുണ്ട്, അതാന്ന് തോന്നുന്നു. നോക്കട്ടെ. കൊറിയർ തുറന്നു നോക്കാം. ഞാൻ സാരി ഇതാവുമ്പോ ഓപ്പണിംഗ് വീഡിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്പണിംഗ് വീഡിയോ അയച്ചു കൊടുക്കാം. കൂടത്തിൽ നിങ്ങളെയും കൂടി കാണിച്ചു തരാമല്ലോ. അടിപൊളി. പറയാ സൂപ്പർ. ചേരുവോ? കല്യാണത്തിന് എടുക്കാൻ വേണ്ടി വാങ്ങിയത് ഞാൻ. ഇതൊരു സൈഡിലെ ബോർഡർ, ഇതൊരു ബോർഡർ. ഇതിന്റെ അടിപൊളി ഒന്നും പറയുന്നത് സൂപ്പർ. കാണാവോ? ഇത് മുന്താണി കേട്ടോ. വലിയ പൈസ അത്ര ഒത്തിരി പൈസ ഇത് ബ്ലൗസ് ഇത് ബ്ലൗസ് പീസ് ഗ്രീനാല് ഈ കസ പോലെ വരും. വിട കോഴിനെ ദ്രോഹിക്കുക. ഗ്രീൻ ബ്ലൗസ് പീസ്. ഇത് മുന്താണി. ഇത് ബാക്കി ബോഡി പാർട്ട് വരുന്നത്. അടിപൊളി സാരി ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതിനകത്ത് ജോയിൻ ചെയ്താൽ അവർക്ക് കൂടെ നല്ല അടിപൊളി സാരികളൊക്കെ കിട്ടും. നല്ല ഭംഗിയില്ല. ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കഴിയുമ്പോൾ ബാക്കി കാണിച്ചു തരാം. സാരി ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആയിരിക്കുമല്ലോ.
ആ ബ്ലൗസിന്റെ കൈ ഇങ്ങനെയാണ് കൈക്ക് കസം വരുന്നതാണ്. ഗൈസ്, അമ്മയില്ലേ, അമ്മ ഇപ്പം മുറ്റരച്ച് വരാട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മ ഇപ്പം അടിച്ചു വരാണ്. ആ വീഡിയോ ആണ്. അമ്മ ഇപ്പം റെസ്റ്റ് എടുത്ത് വന്നേ ഉള്ളൂ. നിങ്ങളിപ്പം ഇതായിരിക്കും വിചാരിക്കണ്ടാവുക അമ്മ എന്തിനാ അടിച്ചു വരുന്നതെന്ന്. അത് വേറൊന്നും ഉണ്ടല്ല, വീടിൻ്റെ മുറ്റൊക്കെ ക്ലീൻ ആക്കണ്ടേ, അതുകൊണ്ടാ. ക്ലീൻ ആക്കി എന്ത് ചെയ്യാനാ, ക്ലീൻ ആക്കിയാൽ നല്ല വൃത്തി ഉണ്ടാവും. ഈ ജുവാന് കൈക്ക് വേനുണ്ട്, അതുകൊണ്ട് ജുവാന് ഇപ്പം റെസ്റ്റ് എടുക്കാൻ ഇപ്പം പോവും. അതുകൊണ്ട് അമ്മ വീഡിയോ നോക്കാൻ വന്നതാണ്. ജുവാൻ ഇപ്പം റെസ്റ്റ് ഒക്കെ എടുക്കും. അന്നേരം ഇതൊക്കെ പെട്ടെന്ന് കഴിയും. അമ്മ ഇപ്പം അടിച്ചു വരലാണ്. അമ്മയ്ക്കിപ്പം ജോലിക്കുണ്ട്. ജുവാനില്ലേ, ജുവാൻ ഇപ്പം റെസ്റ്റ് എടുക്കുകയാണ്. അമ്മ ചൂല അടിച്ചു വാരി അതിന് ജുവാന് റെസ്റ്റ് ഒക്കെ എടുക്കും. ഇനി കുറച്ച് ദിവസം ഇപ്പം അവന് റെസ്റ്റ് എടുക്കാൻ പോട്ടാ. അത് വേറൊന്നുണ്ടല്ലോ, അമ്മ ഈ ജോലിയുള്ള കേട്ടാ. അമ്മ ഈ ഭയങ്കര പണിന്ന് പറഞ്ഞാൽ പണി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്കില്ലേ വീഡിയോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വീഡിയോ നോക്കാൻ പറ്റും. നോക്ക്. അതിനില്ലേ, ഞാനിപ്പം